എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത്തം നക്ഷത്രത്തെ ഹസ്ത എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം കൈ എന്നാണ്. അത്തം നക്ഷത്രം കന്നിരാശിയിൽ വരും, അത് കന്നിക്കൂറിൽ. അത്തം നക്ഷത്രക്കാർ ചന്ദ്രദശയിൽ ജനിക്കുന്നു. ദശാനാഥൻ ചന്ദ്രൻ. ചിഹ്നം കൈപ്പത്തിയാണ്. ഇഷ്ടദൈവം ഗണപതിയാകുന്നു. ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും പൂജിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നല്ലതാകുന്നു. ശിവപ്രീതി വരുത്തണം. കറുകമാല ഗണപതിക്ക് സമർപ്പിക്കുന്നതും നല്ലതാകുന്നു. ദേവത ആദിത്യൻ. ഗണം ദേവഗണം. യോനി സ്ത്രീയോനി. ഭൂതം അഗ്നി. മൃഗം പോത്ത്. പക്ഷി കാകൻ കാക്ക. വൃക്ഷം അമ്പഴം എന്ന് പറയും. അക്ഷരം ഉ. മന്ത്രാക്ഷരം ശി. രജ്ജു പ്രഥമ രജുവിൽ വരും. വേദം കണ്ഠവേദം. വേദ നക്ഷത്രം ചതയം. ജാതി ബ്രാഹ്മണൻ. ഗോത്രം പുലഹൻ. നാഡി ദക്ഷിണപാർശ്വനാഡി. അഷ്ടദിക് ദേവത വൈഷ്ണവി. ഈശ്വരൻ ചന്ദ്രൻ. ഇനി അത്ര നക്ഷത്രക്കാർ വളരെ മോശം സമയത്ത് ജനിച്ച ആൾ. എല്ലാ നക്ഷത്രക്കാരും മോശം സമയവും നല്ല സമയവും ജനിക്കും. അതിൽ കുറച്ച് വളരെ മോശം സമയത്ത് ജനിക്കുന്ന ആൾ മദ്യപ്രിയരും ലഹരിപ്രിയരും ആയിരിക്കും. ഇവർ ദയയില്ലാത്തവരായിരിക്കും. ലജ്ജ ഇല്ലാത്തവരായിരിക്കും. അസത്യം പറയുന്നവരാകാം. സ്വാർത്ഥതയും അസൂയയും വിട്ടുമാറുകയില്ല. പുറമേ സ്നേഹം പ്രകടിപ്പിക്കും, എന്നാൽ ഉള്ളിൽ സ്നേഹം ഉണ്ടാവുകയില്ല. ബന്ധുക്കളോട് ഇവർ വേർപെട്ട് ജീവിക്കുന്നവരായിരിക്കും. മോഷണം നടത്തുന്നതിലും ഇക്കൂട്ടർക്ക് മടിയുണ്ടാവില്ല. ഇനി അത്ത നക്ഷത്രത്തിൽ വളരെ നല്ല സമയത്ത് ജനിച്ച ആൾക്കാരായിരുന്നാൽ അത്യുത്സാഹിയായിരിക്കും. ഉന്മേഷവാനായിരിക്കും. ആത്മീയതയും ഉണ്ടാവും. ചിലപ്പം ഭൗതികതയും വന്നേക്കാം. അധ്വാനശീലം കൊണ്ട് ക്രമേണ എല്ലാ ഉദ്ദേശങ്ങളും നേടിയെടുക്കും. സാമ്പത്തിക ഭദ്രത നേടിയെടുക്കും. അതിന് കഠിന പ്രയത്നം ചെയ്യുന്നതിനും ഇവർക്ക് മടിയുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളിലും ചിട്ട പാലിക്കും. ഇനി അത്ര നക്ഷത്രത്തിൽ ശനിയാഴ്ച ജനിച്ചാൽ യമകണ്ഠക ദോഷമുണ്ട്. ഹോമം, ദാനം എന്നിവ നടത്തി അതിന് പരിഹാരം കാണണം. ഇവർക്ക് 2 വിവാഹം പറഞ്ഞിട്ടുള്ളതിനാൽ വിവാഹ ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ച ആൾ അച്ഛന് ദോഷമാണ്. 2-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവിന് ദോഷം. 3-ാം പാദം ജനിച്ചാൽ തനിക്ക് തന്നെയാണ് ദോഷം. 4-ാം പാദത്തിൽ അമ്മയ്ക്ക് ദോഷം. ശുക്ലപക്ഷത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ ഒരു ദോഷങ്ങളും ബാധിക്കുന്നതല്ല. അത്തം നക്ഷത്രക്കാർക്കുള്ള ജ്യോതിഷപരമായ തൊഴിലുകൾ ഏതിനും മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ശീലം അവർക്കുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ ആകാം, IAS IPS IFS MBA ആകാം. പിന്നെ ലീഡറാകാം, രാഷ്ട്രീയക്കാരനാകാം, ബാലസാഹിത്യ എഴുത്തുകാരനാവാം, ഡോക്ടറാവാം, നടനാവാം. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബ്രോക്കറാവാം, കളിപ്പാട്ട നിർമ്മാതാവാം, ഗുമസ്തനാവാം, ബാങ്കറാകാം, അക്കൗണ്ടൻ്റ് ആകാം, CA പോലുള്ളതൊക്കെ ആകാം. ഇനി അത്തം നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ. അത്തം നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. ആയതിനാൽ ചന്ദ്രനാണ് ദശാനാഥൻ. ചന്ദ്രൻ്റെ സ്വാധീനമുള്ള രത്നമാണ് മുത്ത്, പേളെന്ന് പറയും. മുത്തിൻ്റെ നിറം വെള്ള നിറമാണ്. ഉപരത്നങ്ങളായ ചന്ദ്രകാന്തം, അകേറ്റ എന്നിവയും ധരിക്കാവുന്നതാകുന്നു. മിനിമം 2 കാരറ്റ് അളവുള്ള രത്നം വെള്ളി മോതിരത്തിൽ ഘടിപ്പിച്ച് പൂജാദികൾ ചെയ്ത് ശുദ്ധി വരുത്തി തിങ്കളാഴ്ച ദിവസം സൂര്യോദയം കഴിഞ്ഞുള്ള 1 മണിക്കൂർ നേരത്തെയുള്ള ചന്ദ്രഹോരയിൽ ധരിച്ചു തുടങ്ങാം. ഇടത് കൈയിലെ മോതിരവിരലിൽ അല്ലെങ്കിൽ ചെറുവിരലിലും ധരിക്കാം, ചൂണ്ടുവിരലിലും ധരിക്കാം. ഏതു ദശ ആണോ ഇപ്പം നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രത്നവും ധരിക്കാം. രത്നധാരണത്തിന് മുമ്പായി ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങളെന്ന് പറയുന്നത് പച്ച നിറമാണ്. അത് അവർ ഇൻ്റർവ്യൂവിനോ അതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പച്ചനിറ വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്കത് ഭാഗ്യം ലഭിക്കുന്നു. ഇനി രുദ്രാക്ഷ ധാരണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏതു ദശയാണ് നടക്കുന്നത് എന്ന് നോക്കി ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 5 മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം. അത് നൂലിൽ കെട്ടിയോ വെള്ളിയിലോ സ്വർണ്ണത്തിൽ കെട്ടിയോ ധരിക്കാവുന്നതാണ്. സൂര്യദശ നടക്കുന്നെങ്കിൽ 1 മുഖവും, ചന്ദ്രദശ 2 മുഖവും, കുജദശ 3 മുഖവും, ബുധദശ 4 മുഖവും, ഗുരുദശ 5 മുഖവും, ശുക്രദശ 6 മുഖവും, ശനിദശ 7 മുഖവും, രാഹുർ ദശ 8 മുഖവും, കേതൂർ ദശ 9 മുഖമുള്ള രുദ്രാക്ഷങ്ങൾ ധരിക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും സ്വാധീനം ലഭിക്കുവാൻ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതായിരിക്കും നല്ലത്. 11 മുതൽ മുകളിലോട്ടുള്ള മുഖമുള്ള രുദ്രാക്ഷങ്ങൾ ധരിക്കുന്നതിന് ഓരോ പ്രത്യേക കാര്യസാധ്യത്തിനാകുന്നു. പിന്നെ ഗൗരി ശങ്കരം, ഗർഭച്യൂതി, ത്രിചൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും ധരിക്കാവുന്നതാണ്. അതും വേറെ പ്രത്യേക കാര്യങ്ങൾക്ക് സാധ്യത്തിന് വേണ്ടിയാണ്. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ അടർന്നു വീണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചു. ഈ സസ്യത്തിൻ്റെ കായ്കളാണ് രുദ്രാക്ഷ കുരുക്കളെന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി അണിയണം, ശിവഭക്തരാകണം. അവർ മരിച്ചു കഴിഞ്ഞാൽ ശിവലോകത്തേക്ക് പോകും.
നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രത്നധാരണം, രുദ്രാക്ഷധാരണം എന്നിവയ്ക്കുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയോ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.